ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. നിലമ്പൂർ ജില്ലാ ആശുപത്രി സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നു. ഇന്ന് വാണിയമ്പുഴ ഭാഗത്തുനിന്ന് ഒരു ശരീരഭാഗം മാത്രമാണ് ലഭിച്ചത്. ഇതുവരെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 3 ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോയി. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വന്നതോടെ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരെല്ലാം ആശുപത്രി പരിസരത്തും മോർച്ചറിക്ക് മുന്നിലും ഉൾപ്പെടെ നിറഞ്ഞു നിന്നു. സമാനതകളില്ലാത്ത ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരം. ചൊവ്വാഴ്ച മുതൽ മൃതദേഹങ്ങളുമായി ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസുകളുടെ വരവ് ഞായറാഴ്ച രാത്രി വരെ തുടർന്നു. 233 മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിനെത്തിയത്. ഇതിൽ 75 മൃതദേഹങ്ങളും 159 ശരീരഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് പോത്തുകൽ വാണിയമ്പുഴ ഭാഗത്ത് നിന്ന് തിരച്ചിലിൽ ഒരു ശരീരഭാഗം മാത്രമാണ് ലഭിച്ചത്. ഇന്ന് വൈകിട്ട് 6:30ഓടെയാണ് ശരീരഭാഗം ലഭിച്ചത്. ഇത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. കഴിഞ്ഞ ദിവസം എത്തിയ ശരീരഭാഗങ്ങളിൽ 3 എണ്ണം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വയനാട്ടിലേക്ക് ഇന്ന് കൊണ്ടുപോയി. വയനാട് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വളരെ സാഹസികമായ രീതിയിലായിരുന്നു രക്ഷാപ്രവർത്തകരും മറ്റു ആളുകളും നിറഞ്ഞുകൂടിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 7ാം ദിവസമായ ഇന്ന് ഏറെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലുള്ളത്. 300-400 കൂടുതൽ രക്ഷാപ്രവർത്തകരും മറ്റ് വിവിധ സംഘടനകളെ കേന്ദ്രീകരിച്ച് വന്നിരുന്നെങ്കിൽ ഇന്ന് ചുരുങ്ങിയ ഒരവസ്ഥയിലേക്ക് ഇന്ന് ഏറെ ശാന്തമായ രീതിയിലേക്ക് വന്നു. ഇന്ന് മറ്റു ബോഡികളൊന്നും കണ്ടെത്താത്ത സാഹചര്യത്തിലും നിലവിലെ ആ തിരക്ക് പിടിച്ചൊരു അന്തരീക്ഷത്തിൽ നിന്ന് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റൽ ഏറെക്കുറെ മാറി എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായും നമ്മൾ ഇവിടെ നിന്ന് വന്ന ബോഡികളെല്ലാം ഒരു 3-4 ബോഡികളൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. പിന്നീട് വരുന്ന ബോഡികളൊക്കെ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡികളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അതിനോട് നമ്മൾ രക്ഷാപ്രവർത്തകരടക്കം എല്ലാവരും പൊരുത്തപ്പെട്ടു പോയി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഇവിടെ വന്നിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തകരും അതിനോട് ഒരു മടിയും കാണിക്കാതെയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ നാട് കണ്ടിട്ടുള്ള ഏറ്റവും ഒരു ദുരിതമായ അവസ്ഥയിലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. A+ വിഷൻ ന്യൂസ്, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.